ഉജ്ജയിൻ മഹാകാൽ ക്ഷേത്രം ലോകമെമ്പാടുമുള്ള ശൈവഭക്തരുടെ അഭയസ്ഥാനങ്ങളിലൊന്ന്. ദ്വാദശ ജ്യോതിർലിംഗ സ്ഥാനങ്ങളിലൊന്നായ ഇവിടം എന്നും തീർത്ഥാടകരുടെ പ്രിയപ്പെട്ട ആരാധനാ സ്ഥാനങ്ങളിലൊന്നാണ്. ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഏക സ്വയംഭൂ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന മഹാകാൽ ക്ഷേത്രം ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞ സ്ഥലമാണ്. ദക്ഷിണ ദിശയിലേക്ക് ദർശനമുള്ള ഈ ഏക ജ്യോതിർലിംഗ ക്ഷേത്രമായ ഇവിടുത്തെ ശിവൻ ഉജ്ജയിൻ നഗരത്തിന്റെ രാജാവാണെന്നാണ് വിശ്വാസം. ഇന്നത്തെ വീഡിയോ ഉജ്ജയിൻ മഹാകാൽ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലൂടെയാണ്. മഹാകാൽ ക്ഷേത്രം ലോകശ്രദ്ധയിലേക്ക് വരുന്നത് ഈ കഴിഞ്ഞ ഇടയ്ക്കാണ്. അതായത് 2022 ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാകാൽ ഇടനാഴി ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 856 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഈ ഇടനാഴിയുടെ വികസനത്തിനായി ചെലവഴിച്ചിരിക്കുന്നത്. മന്ദിർ പരിസാർ വിസ്താർ യോജന പ്രകാരം പുനർവികസിപ്പിച്ച ക്ഷേത്രത്തിന്റെ ഇടനാഴി അറിയപ്പെടുന്നത് മഹാകാൽ ലോക് എന്നാണ്. മഹാകാൽ മഹാരാജ് മന്ദിർ പരിസാർ വിസ്താർ യോജന എന്നറിയപ്പെടുന്ന പുനർവികസന പദ്ധതി 2 ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്നത്. ഇതിന്റെ പൂർത്തീകരിച്ച ആദ്യഘട്ടത്തിലാണ് ഇടനാഴി നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇടനാഴി എന്നുള്ള ഖ്യാതിയുണ്ട് ഈ ഒരു ഇടനാഴിക്ക്. 900 മീറ്ററോളം നീളം ഇതിനുണ്ട്. പഴയ രുദ്രസാഗർ തടാകത്തിന് ചുറ്റുമായാണ് മഹാകാൽ ലോക് നിർമ്മിച്ചിരിക്കുന്നത്. 2 കവാടങ്ങളാണ് മഹാകാൽ ലോക് ഇടനാഴിക്കുള്ളത്, നന്ദിദ്വാരും പിനാകി ദ്വാരും. കുറച്ചു ദൂരം വേർതിരിക്കപ്പെടുന്ന ഈ കവാടങ്ങൾ ഇടനാഴിയുടെ ആരംഭത്തിൽ തന്നെ കാണാം. മഹാകാലേശ്വര ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിലേക്കുള്ള വഴിയിൽ അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. 108 തൂണുകളാണ് ഇടനാഴിക്ക് ആകെയുള്ളത്. സങ്കീർണമായ കൊത്തുപണികളുള്ള മണൽക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഈ തൂണുകൾ അതിമനോഹരമായ കാഴ്ചയാണ്. ജലധാരകൾ, ശിവപുരാണത്തിൽ നിന്നുള്ള കഥകൾ ചിത്രീകരിക്കുന്ന 50ലധികം ചുവർ ചിത്രങ്ങൾ എന്നിവയും ഇടനാഴിയിൽ കാണാം. തൃശൂലത്തിന്റെ ശൈലിയിലുള്ള രൂപകൽപ്പനയാണ് തൂണുകൾക്കുള്ളത്. രാജസ്ഥാനിലെ ബൻസി ബഹാർപൂർ പ്രദേശത്തെ മണൽക്കല്ലുകളാണ് ഇതിന്റെ നിർമ്മാണത്തിനായി പ്രധാനമായും ഉപയോഗിച്ചിട്ടുള്ളത്. രാജസ്ഥാൻ, ഗുജറാത്ത്, ഒറീസ എന്നിവിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും കരകൗശല വിദഗ്ധരും ചേർന്നാണ് ഈ കല്ലുകളെ ഇത്രയും മനോഹരമായ രീതിയിൽ കൊത്തുപണികളാലും ചിത്രപ്പണികളാലും അലങ്കരിച്ചിരിക്കുന്നത്. മഹാകാൽ പ്ലാസ, മഹാകാൽ ഇടനാഴി, മഹാകാൽ തീം പാർക്ക്, 200 മീറ്റർ നീളമുള്ള നടപ്പാത, നന്ദിയുടെ പ്രതിമ, നൈറ്റ് ഗാർഡൻ, മഹത്തായ പ്രതിമ, അതുപോലെ തന്നെ 108 ശിവസ്തംഭങ്ങൾ, വിവിധ ഭാവങ്ങളിൽ ശിവനെ ചിത്രീകരിക്കുന്ന രൂപങ്ങൾ എന്നിവയാണ് ഉജ്ജയിൻ മഹാകാൽ ഇടനാഴിയുടെ പ്രധാന ആകർഷണങ്ങൾ എന്ന് പറയുന്നത്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഈ അടുത്ത് നിർമ്മിച്ചിട്ടുള്ള ഇടനാഴിയേക്കാൾ ഏകദേശം 4 ഇരട്ടി വലിപ്പം മഹാകാൽ ലോക് ഇടനാഴിക്കുണ്ടെന്നാണ് പറയുന്നത്. പണ്ട് ഉജ്ജയിനി എന്നായിരുന്നു ഉജ്ജയിൻ നഗരം അറിയപ്പെട്ടിരുന്നത്. മധ്യപ്രദേശിലാണ് ഉജ്ജയിൻ നഗരം സ്ഥിതി ചെയ്യുന്നത്. ജനസംഖ്യാടിസ്ഥാനത്തിൽ മധ്യപ്രദേശിലെ 5ാമത്തെ വലിയ നഗരം കൂടിയാണ് ഉജ്ജയിൻ എന്ന് പറയുന്നത്. അവന്തി രാജ്യത്തിന്റെ തലസ്ഥാനമെന്ന് മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെടുന്നത് ഉജ്ജയിൻ നഗരത്തെയാണ്. ഹിന്ദുക്കളുടെ സപ്തപുരി എന്നറിയപ്പെടുന്ന 7 പുണ്യ നഗരങ്ങളിൽ ഒന്നാണിത്. 12 വർഷത്തിലൊരിക്കൽ ഇവിടെ കുംഭമേളയും നടക്കാറുണ്ട്. മഹാകാലേശ്വർ ജ്യോതിർലിംഗമാണ് നഗരത്തിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. നഗരമധ്യത്തിൽ തന്നെയാണ് ഈ പറയുന്ന ക്ഷേത്രവും ഇടനാഴിയും സ്ഥിതി ചെയ്യുന്നത്. ശ്രീകൃഷ്ണൻ, കുചേലൻ, ബലരാമൻ തുടങ്ങിയവർ ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയ സാന്ദീപിനി മഹർഷിയുടെ ആശ്രമം ഈ നഗരത്തിനടുത്തായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. പുരാതന മഹാജനപദങ്ങളുടെ കാലം മുതൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് കോളനിവൽക്കരണം വരെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രമുഖമായ വ്യാപാര രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊന്നാണ് ഈ നഗരമെന്നാണ് കരുതപ്പെടുന്നത്.